സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിൻ്റെ മറ്റൊരു വണ്ടർഫുൾ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ട്രാവലോഗ് എന്ന് പറയുന്നത് കോതമംഗലത്തേക്കാണ്. ഇവിടെ നമ്മുടെ കപ്പിൾ ബിനു ആൻഡ് നീനു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീനുവിനെ കുറിച്ച് പറയുമ്പം നമ്മുടെ സിനിമയിൽ വളരെ പ്രശസ്തനായ PRO എബ്രഹാം ലിങ്കൺ സർ അദ്ദേഹത്തിൻ്റെ മോളാണ് നീനു. സോ സാറിൻ്റെ കൂടെ ഞാനൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാക്ക് എന്ന് പറഞ്ഞൊരു പടം കൂടെ സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനും രാഹുൽ മാധവും ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു പഴയ ബന്ധമാണ് എബ്രഹാം ലിങ്കൺ സാറായിട്ട്. ഇപ്പം നമുക്ക് ബിനു ആൻഡ് നീനു ഇവരെ മീറ്റ് ചെയ്യാം, ഇവരുടെ കല്യാണ വിശേഷങ്ങൾ അറിയാം. Hi Vinu. Hi Neenu. സോ ഞാനിപ്പം ബിനു ആൻഡ് നീനു ഇവരുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. നമുക്ക് ഇവരെ പരിചയപ്പെടാം. ഹായ് ബിനു, ഹായ് നീനു. കൺഗ്രാറ്റുലേഷൻസ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ അല്ലേ? ഞാൻ വന്നപ്പോ ഇപ്പൊ കുറച്ചു നേരമായിരുന്നു നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, നീനു ഇതുവരെ ബിനുവിനെ എങ്ങനെയാ വിളിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സത്യമാണോ? എന്ത് പറയാനുണ്ടെങ്കിലും പോയി നോണ്ടും. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എന്താ വിളിക്കാറുള്ളത്? അങ്ങനെ ഇച്ഛയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിളിക്കേണ്ട അവസരം വന്നിട്ടുണ്ട്. മനസ്സിലായി. കാരണം ഇത്രയും നേരം ഞാൻ ഇവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് പറയണെങ്കിലും അടുത്ത് വന്ന് നോണ്ടിയിട്ട് പോകും. അപ്പൊ എനിക്ക് തോന്നി ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. എന്താ തിരിച്ചു ചോദിച്ചായിരുന്നു എന്താ വിളിക്കണ്ടേ? പേര് വിളിച്ചോളാൻ പറഞ്ഞു. പേര് വിളിക്കാൻ കുറച്ച് മടി. ഓക്കെ, ഇച്ഛായ എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. ബിനുച്ച എന്നാണ് ഇപ്പോ വിളിക്കേണ്ടി വരുമ്പോൾ വിളിക്കുന്നത്. എന്താ തിരിച്ചു വിളിക്കാറ്? നീനു. അല്ല, അപ്പൊ നിങ്ങള് ഫോൺ വിളിക്കുന്ന നേരം ഒന്നും വിളിയൊന്നുമില്ല? എടുക്കുമ്പോ തന്നെ ഹലോ നമസ്കാരം പറയുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇതൊക്കെ ആവശ്യം നവദമ്പതിമാരുടെ ആദ്യത്തെ കൺഫ്യൂഷനിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ? എന്താ വിളിക്കേണ്ടത്? ഒരു പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ പല പേരുകളായി കാണും. എനിവേ, സോ ബിനു ആൻഡ് നീനു നിങ്ങൾ ആദ്യം തന്നെ പരിചയപ്പെടണം. സോ ബിനുവിനെ കുറിച്ച് പറയും. ബിനു, ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ഓക്കെ. അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ PRO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 2 വർഷമായി ദുബായിൽ. അതിനു മുമ്പ് ഖത്തറിലായിരുന്നു. ഖത്തറിലൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു കമ്പനിയിലായിരുന്നു. ഓക്കെ. അതിനു മുമ്പ് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മഹേന്ദ്ര ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പഠിച്ചതൊക്കെ എവിടെയാ? പഠിച്ചത് 10th വരെ വിദ്യാഭ്യാസ സ്കൂളിലായിരുന്നു. ഫസ്റ്റ് വെമ്ലഗിരി എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ ഇവിടെ അടുത്ത്. അത് കഴിഞ്ഞ് 6th വെച്ച് മാറി വിദ്യാഭ്യാസിലായിരുന്നു. അത് കഴിഞ്ഞ് +2 മാർബേസിലിയോസ് സ്കൂൾ, മാർബേസിൽ സ്കൂൾ. അതിനുശേഷം BCom എടുത്തു. BCom എൽദോമാർ കോളേജ്, എല്ലാം കോതമംഗലത്ത് തന്നെയായിരുന്നു. അതിനുശേഷം MBA ചെയ്തത് ഈറോഡാണ്, KS രംഗസ്വാമി കോളേജ് ഓഫ് ടെക്നോളജി. ആ ഒരു ബെൽറ്റ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കുറെ അല്ലേ, കോയമ്പത്തൂരൊക്കെ അടുത്താണ് ഈറോഡും അല്ലേ? അതെ. ഓക്കെ. സോ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, മമ്മി, ചേച്ചിയുണ്ട്. പപ്പ റിട്ടയർഡ് KCB ഓവർസിയറാണ്. മമ്മി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, ഇവിടെ അടുത്ത് വെസുലീസ് ഹോസ്പിറ്റലിൽ ക്ലർക്കായിട്ട്. പിന്നെ ചേച്ചി നേഴ്സാണ്, ന്യൂസ്റ്റണിൽ സെറ്റിലാണ്. അളിയനും അവിടെ തന്നെ.
ബിനുവിന്റെ ഫാമിലി ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ അടുപ്പമുണ്ട്. കാരണം അറിയാവുന്നറിയില്ല, ബിനുവിന് എബ്രഹാം ലിങ്കൺ സർ ഡയറക്റ്റ് ചെയ്ത ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നീനുമായിട്ടുള്ള പരിചയം അല്ലേ. ഞാൻ പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നീനുവിനെ കുറിച്ച് പറയൂ, നീനുവിന്റെ കുടുംബത്തിനെ കുറിച്ച് പറയൂ. ഞങ്ങൾ സെറ്റ് എടപ്പള്ളിയിലായിരുന്നു. വീട്ടില് ഫാദർ, മദർ, 2 ബ്രദേഴ്സ് ഉണ്ട്. അപ്പച്ചി ഫിലിമില് PRO ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഫിലിം. അമ്മ ഹൗസ് വൈഫാണ്. 2 ബ്രദേഴ്സ് ഉണ്ട്. ഒരാൾ BTech കഴിഞ്ഞു, പിന്നെ ഒരാൾ BCA സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ലൂർദ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെയാണ് പഠിച്ചത്. ലൂർദിൽ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ ഞാൻ കറന്റ് കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. എടപ്പള്ളി തന്നെ, എടപ്പള്ളി പത്തടിപ്പാലത്ത്. സ്റ്റിൽ വർക്കിംഗ് ആണ്. സ്റ്റിൽ വർക്കിംഗ് ഇപ്പൊ ഒരു ലീവ് കിട്ടിയപ്പോ ആ ഒരു ഗ്യാപ്പിലാണ്. ഇനിയിപ്പോ പുറത്തേക്ക് പോകാൻ എന്താ നിങ്ങൾ പ്ലാൻ ചെയ്തത്? മൈഗ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. എന്റെ ചേച്ചി ന്യൂസിലൻഡിലായതുകൊണ്ട് പേരൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇവളുടെ പേപ്പർ വർക്ക് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എക്സ്പെക്ടിങ് മേ ബി 3 months. നമ്മൾ കല്യാണം ആലോചിക്കുമ്പം ചിലവര് ഇപ്പൊ നിങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് അല്ലേ? അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ചിലപ്പം എന്താ പറയാ സെർച്ച് ചെയ്യാൻ പറ്റും. സോ നേഴ്സുമാരുടെ ഒരു ആഗ്രഹമാണ് പുറത്തേക്ക് പോകണമെന്ന്. അതുപോലെ കുടുംബത്തിൽ നേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മാരേജ് ഒരു സെർച്ചിൽ, മാരേജ് മാട്രിമോണി ആണോ നിങ്ങളുടെ? അതെ, സെർച്ചിൽ എപ്പോഴെങ്കിലും അഫക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണോ? മെയിനായിട്ട് നോക്കിയത് നേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റി നേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തായിരുന്നു. പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം ക്രിസ്ത്യൻ സെയിം രീതിയിലൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. ക്രിസ്ത്യൻ ആയിരിക്കണം എന്നുള്ള ഒരു ഇത്. എന്തൊക്കെയായിരുന്നു എക്സ്പെക്ടേഷൻ? അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. സംസാരിച്ചു കഴിയുമ്പോൾ ഇഷ്ടപ്പെടണം, അതായിരുന്നു ഫസ്റ്റ്. അപ്പം നീനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. വീട്ടിലെ ഇപ്പം എൻ്റെ ചേച്ചിനെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു വീടുമായിട്ട് മിങ്കിൾ ചെയ്യും പെട്ടെന്ന്. അതുപോലെ നീനു ഫസ്റ്റ് പ്രപ്പോസൽ വന്നപ്പം ഞാൻ ചേച്ചിയുടെ അടുത്താണ് ഫസ്റ്റ് പറഞ്ഞത്. ഇങ്ങനൊരു പ്രപ്പോസൽ എംഫോർമാരിയിൽ കണ്ടു, അതിലായിരുന്നു രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പം എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാർ റിപ്ലൈ ചെയ്യാൻ നേരത്തും ഓക്കെ ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ് ചേച്ചിയാണ് സംസാരിച്ചത്. അപ്പോൾ ഹായ് അനുചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരും തുടങ്ങിയത്. അതൊരു ചെറുതായിട്ടും ടച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വീടുമായിട്ട് ഇവിടെ ഞങ്ങളെങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെയാണ് നീനുവിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അതാണ് ബേസ്. നീനുവിന് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ബിനുവിൻ്റെ ഒരു പ്രൊഫൈൽ ഇത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്? വീട്ടിലാണ് മൊത്തത്തില് നോക്കിയതൊക്കെ. എന്നിട്ട് അവര് പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യനുണ്ട്. ഞാൻ അവസാനമാണ് ചെന്ന് കാണുന്നത്, മീൻസ് മൊത്തം പ്രൊഫൈലൊക്കെ നോക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ സംസാരിച്ചപ്പം എനിക്കും എന്റെ പേഴ്സണാലിറ്റി ആയിട്ട് കുറെ സിമിലാരിറ്റി ഉള്ള പോലെ തോന്നി. ഇപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഏകദേശം ഒരു സെയിം പോലെയൊക്കെ തന്നെ ഒത്തുപോകുന്ന തോന്നി. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഫസ്റ്റ് എപ്പോഴാണ് സംസാരിച്ചത്? ബിക്കോസ് ദുബായിലാണ്, ഒരു പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്ന് മീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. സോ ഓവർ ദ ഫോൺ ആയിരുന്നോ, മെസ്സേജിങ് ആയിരുന്നോ, എങ്ങനെയായിരുന്നു ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ? സ്കൈപ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ സ്കൈപ്പ് അല്ല, ഫസ്റ്റ് ഫോണിൽ സ്കൈപ്പിലോട്ട്. ക്രൈറ്റീരിയൻ ആയിരുന്നല്ലോ സംസാരിക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്ന്. സോ ഫോണിൽ സംസാരിച്ചാലും അതൊരു സംസാരമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ടോക്കിംഗ് എക്സ്പീരിയൻസ്? ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാഷ്വലായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. വിളിച്ചിട്ട് താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. താല്പര്യം ഉണ്ടെന്നാണ് റിപ്ലൈ അന്നേരം കിട്ടിയത്. അവരെ ഓൾറെഡി ഞങ്ങൾ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനു മുമ്പ്. അപ്പം അങ്ങനെയായിരുന്നു ഫസ്റ്റ് സംസാരിച്ചു. കാഷ്വലായിട്ടുള്ള കാര്യങ്ങൾ. ഓർമ്മയുണ്ടോ എന്തൊക്കെയാ സംസാരിച്ചു? ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കളഞ്ഞോ? ഇഷ്ടം ആണെന്നും പറഞ്ഞ ലൈക്ക് അടിച്ചേ പിന്നെ ആണല്ലോ നമ്മള്. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു.
എന്താ റിക്കലക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. പുള്ളിക്കാരി എബ്രോഡ് ആയിരുന്നു. അപ്പൊ വന്നപ്പം ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഫോൺ വരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അന്ന് പറഞ്ഞത് ആള് കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലാണ് വൈകിട്ട് പറഞ്ഞത് പകുതി ഞാൻ കേട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ വിളിച്ചു. ഒരു 2 മണിക്കൂർ സംസാരിച്ചെന്ന് തോന്നുന്നില്ലേ? പക്ഷെ എന്തൊക്കെയോ പിടിയില്ല. എന്തൊക്കെയോ സംസാരിച്ചു. ഫോൺ കട്ട് ചെയ്തപ്പോൾ 2 മണിക്കൂർ ആയെന്ന് തോന്നുന്നു. പക്ഷെ ആ ഒരു എന്താ പറയാ 2 മണിക്കൂർ ഒരാളോട്, എസ്പെഷ്യലി യു ആർ സ്പീക്കിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഒരു എന്താ സംസാരിച്ചെന്ന് അറിയില്ലെങ്കിലും സംസാരിച്ചു എന്നുള്ള കാര്യം തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നില്ലേ? അപ്പൊ തന്നെ തീരുമാനം എടുക്കാൻ പറ്റി. എങ്ങനെയായിരുന്നു? അതെ, അപ്പൊ തന്നെ തീരുമാനം എടുക്കാൻ പറ്റി. എനിക്കും തീരുമാനം എടുക്കാൻ പറ്റി. കാരണം ഫോൺ എടുത്തപ്പം തന്നെ കാഷ്വൽ ആയിട്ട് നേരത്തെ അറിയാവുന്ന പോലെ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് കൂടിയും. അപ്പോ ആ ഒരു ഫെമിലാരിറ്റി ഉള്ള പോലെ തോന്നിയത് കാരണം എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞിട്ടാണ് സ്കൈപ്പ് കോൾ. എപ്പോഴാണ് നേരിട്ട് കാണാൻ പറ്റിയത്? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് എപ്പോഴായിരുന്നു? ഞാനിവിടെ ലീവിനിടയ്ക്ക് വന്നായിരുന്നു. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നു. ഒരു 2 ദിവസത്തേക്ക് വന്നിട്ട് പോവാണ് ചെയ്തത്. ഡിസംബറിൽ ന്യൂ ഇയറിന്റെ സമയത്തേക്ക്. സെക്കൻഡ് ടൈം എൻഗേജ്മെന്റ് ആണ്. ആകെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, കുറച്ച് നേരത്തേക്ക്. പിന്നെ എൻഗേജ്മെന്റിനാണ് കാണുന്നത്. പിന്നെ കല്യാണത്തിനാണ്. പെണ്ണ് കാണാൻ വേണ്ടി വന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ് കാണൽ എക്സ്പീരിയൻസ്? നീനോട് ചോദിക്കട്ടെ. അതിന് മുമ്പ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു കംഫർട്ട് ലെവൽ എല്ലാം ഉണ്ട്. പക്ഷെ നേരിട്ട് കാണുന്നതിന്റെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പറയൂ. അത് ഫോണിൽ കൂടെ സംസാരിച്ചപ്പോ ഭയങ്കര കമ്പനിയൊക്കെയാണ്. പക്ഷെ പെണ്ണാണ് വന്നപ്പോ എന്നെ അധികം മൈൻഡ് തോന്നി. എന്നെ വലിയ മൈൻഡ് ഉണ്ടായില്ല. ബാക്കി എല്ലാവരോടും വേണം. പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ മൈൻഡ് ചെയ്തു. അങ്ങനെ കുഴപ്പമൊന്നും. അതെന്താ പിന്നെ പിന്നെ പേരൻസിന്റെ അടുത്താണ് അന്നേരം കൂടുതൽ സംസാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് തന്നെ ടൈം തരൂലോ എന്തായാലും. പറഞ്ഞു ഇവിടുന്ന് പോണതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാൻ കുറച്ചില്ല. അതിന്റെ ആവശ്യമില്ല, പപ്പയ്ക്കറിയാം. ഫസ്റ്റ് ടൈം കാണുമ്പോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ടെൻഷൻ നെർവസ്നെസ് ഉണ്ടായിരിക്കും. എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം അന്നത്തെ നടന്ന ഒരു ഇൻസിഡന്റ്, അത് ഒരുപക്ഷെ ഫണ്ണി ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡി ഇൻസിഡന്റോ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും എനിക്ക് മെയിനായിട്ട് കെയറിങ്ങിന്റെ ഒരു കാര്യം തോന്നി. ഇപ്പം നീനു പപ്പയുടെ അടുത്തും മമ്മിയുടെ അടുത്തും സംസാരിക്കുന്ന അവരുടെ അടുത്ത് ഇരിക്കാൻ പറയുന്നതും അതുപോലെ തന്നെ നീനുവിന്റെ തന്നെ പപ്പയുടെ ചേട്ടൻ വരുമ്പോൾ കസേര എടുത്ത് കൊടുക്കുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ അത് ഒരു അട്രാക്ഷൻ ആയിരുന്നു. ഓക്കെ, വീട്ടിലെ കാര്യങ്ങൾ നോക്കും, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അത്രയും കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഒരു പക്ഷെ നിങ്ങളെല്ലാം വന്നത് കൊണ്ട് ചെയ്യാൻ എന്നാലും ഞാൻ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ 2 രീതിയിലുണ്ട്. ഒന്ന് മനസ്സിൽ നിന്ന് വരുന്നുണ്ട്, ഇരിക്കുന്ന സംസാരമൊക്കെ കേട്ടാൽ തന്നെ അറിയാം. അങ്ങനെയാണ്. അതിപ്പോഴും ആ സെയിം ഫീലിംഗ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ എൻഗേജ്മെന്റ് ടൈമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞിട്ട് കല്യാണം. എൻഗേജ്മെന്റിന് പെട്ടെന്ന് വന്ന് പോയി അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണം. ഇപ്പൊ ഇനി ശരി, അതുകൊണ്ടാണ് ബിനു കുറച്ചു മുമ്പ് നീനു മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ആളാകെ ഗ്ലാമർ ആയല്ലോ. മൂന്നാമത്തെ ഇപ്പം ഒരുപക്ഷെ 4-5 പ്രാവശ്യം കാണുന്നതായിരിക്കും അല്ലേ? ഇപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ചുമ്മാ ഒന്ന് സന്തോഷാവട്ടെ. ഞാനെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. കോംപ്ലിമെന്റ്സ് തരാറുണ്ടോ? പിന്നെ പറയാറുണ്ട്. ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നല്ലതല്ലെങ്കിൽ കൂടി നല്ലതാണെന്ന് പറയാറുണ്ട്. ഓക്കെ, തിരിച്ച് കോംപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. ബിനു ആൻഡ് നീനു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ പുറത്ത് തന്നെ ഇറങ്ങാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കും അല്ലേ? സോ ഇത് മദ്രാസ് കഫേ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. ഓക്കെ. സോ ഏതായാലും ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, വിളിക്കാൻ ഒരു ഡൗട്ടും ഒരു കൺഫ്യൂഷനും ഉണ്ട്, എന്താ ആളെ വിളിക്കുക എന്നുള്ളത്.
ഇതുപോലെ പല കൺഫ്യൂഷൻസും ഒരു പുതിയ ബ്രൈഡിനും ഗ്രൂമിനും ഉണ്ടായിരിക്കും, എസ്പെഷ്യലി നീനു. കാരണം വീട്ടിൽ നിന്ന് പുതിയൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. എന്തൊക്കെ സംസാരിച്ച് അടുപ്പായി എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ, എന്നാലും എങ്ങനെയുണ്ട് പുതിയ വീട്ടിലേക്ക് അഡ്ജസ്റ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം ഓൾമോസ്റ്റ് ഫിക്സ് ആയത് തൊട്ട് മമ്മീനെ ആണെങ്കിലും ചേച്ചീനെ ആണെങ്കിലും ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ വിളിക്കുമായിരുന്നു, സ്കൈപ്പിലാണെങ്കിലും കാണുമായിരുന്നു. അതുകൊണ്ട് കയറി വന്നപ്പോഴും ഒരു അൺഫെമിലാരിറ്റി തോന്നിയില്ല. എനിക്ക് എൻ്റെ വീട് പോലെ തന്നെയാണ് തോന്നിയത്. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു. വീട്ടിൽ ഒരു പക്ഷേ ഇപ്പം അമ്മമാർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, കെട്ടിപ്പോണ്ട പെണ്ണാണ്, അവിടെ ചെന്ന് ഇങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ എന്ന് എല്ലാ അമ്മമാർക്കും പറയാനുള്ള കാര്യങ്ങൾ. അതുപോലെ നീനുവിൻ്റെതായ പ്രത്യേകതകൾ എന്താണ്, അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുള്ള കാര്യങ്ങൾ? അങ്ങനെയില്ല. ശരിക്കും വീട്ടിൽ ചെല്ലുമ്പോഴത്തേ നമ്മുടെ വീട് പോലെ ഇപ്പം നമുക്ക് സ്വന്തം വീട്ടിലാണെങ്കിൽ തോന്നുമ്പോൾ കിടന്ന് ഉറങ്ങാം, എന്താണെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടെ ചെല്ലുമ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല, കുറച്ച് മെച്യൂരിറ്റി കാണിക്കണമെന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത്രയൊക്കെ. പിന്നെ നമ്മുടെ സ്വന്തം പപ്പ മമ്മി പോലെ തന്നെയാണ് അവരും. അപ്പോൾ ആ രീതിക്ക് തന്നെ. നീനുവിന് 2 ബ്രദേഴ്സാണ് അല്ലേ, ആൻഡ് വിനുവിന് ഒരു സിസ്റ്ററാണുള്ളത്. ശരിക്കും 2 ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു ഫീലിംഗ് ആണല്ലോ അല്ലേ? എങ്ങനെയുണ്ട് അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അവരായിട്ടൊരു ബോണ്ടിങ്? യങ്ങർ ബ്രദേഴ്സ് ആണ്. അതെ, യങ്ങർ ബ്രദേഴ്സ്. രണ്ടുപേരും നല്ല കമ്പനിയാണ്. മൂത്തയാള് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ടൈപ്പാണ്, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഉള്ള കൂടുതലാണെന്ന് തോന്നുന്നു. ഇളയാൾ നല്ല അടിച്ചുപൊളി ടൈപ്പാണ്. അപ്പം രണ്ട് ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് അവർ വിളിക്കാറുള്ളത്? ഒന്നും വിളിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, പക്ഷെ വീട്ടിൽ സംസാരിക്കുമ്പോൾ ചേട്ടാന്ന് വിളിക്കാറുണ്ട് അവര് പരസ്പരം. ഞാൻ അവർ രണ്ടുപേരും ബ്രോസ്ന്ന് വിളിക്കാറ് മെയിനായിട്ട് എളുപ്പത്തില്, പിന്നെ പേരെടുത്ത് വിളിക്കും. നീനുവിനെ കുറിച്ച് അവരെന്തെങ്കിലും പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്? പിന്നെ കുറെ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏതോ ഫാഷൻ ഷോയ്ക്ക് പോയതിന്റെ തേടി കിട്ടിയത് പേഴ്സണാലിറ്റി സംതിങ്, അങ്ങനെ എന്തോ. അതെ, അങ്ങനെ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഞങ്ങൾ അടുത്ത ദിവസം പോകുമ്പോൾ വേണം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ. അതെ, പിന്നെ ആള് ചെറുപ്പത്തിൽ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അവരുടെ ഓരോ സ്റ്റേജിൽ ഉള്ള ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നീനുവിന്റെ കണ്ണിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ക്യൂട്ട് ആയിട്ടുള്ളതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ വേണം എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള? ബിക്കോസ് ദുബായ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ആയിട്ട് വലിയൊരു ടൈം ഡിഫറൻസ് ഇല്ല, മാനേജബിൾ ആണ്. എന്നാലും തിരക്കിന്റെ ഇടയ്ക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഈവനിങ് ആണ്, ഡെയിലി ഈവനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡേ ടൈമിൽ ഇപ്പം മോർണിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ ഫ്രൈഡേസ് അവിടെ ഓഫുള്ള സമയത്ത് ആഫ്റ്റർനൂൺ വിളിക്കുമ്പോൾ കുറേ നേരം സംസാരിക്കും. കേസ് മെസ്സേജെങ്കിലും ചെയ്യാതെ എന്തായാലും ഇരിക്കത്തില്ല 100%. ഓഫീസിലൊക്കെ പിന്നെ ഞാൻ എപ്പോൾ വിളിച്ചാലും ആൾ പറയും ഞാൻ ഇപ്പോൾ മമ്മീനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മമ്മീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നീനിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ വരുന്നത് നീനു വീട്ടിലേക്ക് മമ്മി വിളിക്കുമ്പോൾ എന്തെങ്കിലും വിശേഷം പറയും, ഇങ്ങനെയാണല്ലോ വീട്ടിലെന്ന് പറയും. അന്നേരം ആയിരിക്കും ഞാൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അങ്ങനെ കൂടുതൽ അതുകൊണ്ട് ആള് കുറച്ചുകൂടി ഫെമിലർ ആണ്, മമ്മിയായിട്ട് കുറച്ചുകൂടി ഫെമിലർ ആയിട്ടുണ്ട്, ബോണ്ടിങ് ഉണ്ട്. അതെ, അവർ സ്കൈപ്പിലും വാട്സപ്പിലും ഒക്കെ വിളിക്കുന്നുണ്ട്, കാരണം പ്രശ്നമില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അതിൻ്റേതായ ആൾ കംഫർട്ടാണോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അപ്പം ബിക്കോസ് ഈ പറഞ്ഞതുപോലെ നീനുവിനായിരിക്കും കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. എങ്ങനെയാണ് ബിനു ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കംഫർട്ട് എന്തൊക്കെയാണ് ആവശ്യം വീട്ടിൽ വരുമ്പോൾ. എനിക്ക് അറിയില്ല എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. അപ്പം അതനുസരിച്ച് വീട് അറേഞ്ച് ചെയ്ത് വെച്ചത്. ഞാൻ വരുമ്പോഴേക്കും വീട്ടിലേക്കുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് പപ്പ തന്നെ വാങ്ങിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, കൂടുതൽ കംഫർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വന്നപ്പോൾ എല്ലാം സെറ്റാണ് അവിടെ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ആള് വന്നിട്ടൊന്ന് ചെയ്യേണ്ട സെറ്റാവേണ്ട സമയമുള്ളൂ, വന്നിട്ട് വീട്ടിലിരുന്നിട്ടുമില്ല. നീനു പറഞ്ഞു കംഫർട്ടബിൾ ആണെന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു? ഇപ്പം കുറച്ച് ദിവസമേ ആയുള്ളൂ, എന്നാലും മറ്റൊരാൾ ചെയ്തതിൻ്റെ എഫേർട്സ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ ശരിക്കും എന്നോട് ചോദിച്ചായിരുന്നു എന്തൊക്കെ വേണമെന്ന്, ഇന്നത് വേണോ ഇന്നത് വേണോ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി നിങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. നിങ്ങൾ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ പരിചയപ്പെട്ടതിന് ശേഷം എത്ര ദിവസങ്ങളോ മാസങ്ങൾക്കോ ശേഷമായിരുന്നു എൻഗേജ്മെൻറ്റ്? എനിക്ക് തോന്നുന്നു Jan 8 പെണ്ണ് കാണാൻ വരുന്നത്.
ഇല്ല, ഡിസംബർ ലാസ്റ്റ്. ഫെബ്രുവരിയിൽ എൻഗേജ്മെന്റ്. നിങ്ങളുടെ കാര്യത്തിൽ നീനും ആ ഡേറ്റ് മറക്കുന്നത് തോന്നുന്നു. യൂഷ്വലി ഇറ്റ്സ് ദി അതർ വേ റൗണ്ട് അല്ലേ? ഓക്കെ. എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങൾ പറയും. എവിടെ വെച്ചായിരുന്നു നടന്നത്? എൻഗേജ്മെന്റ് നടന്നത് ഞങ്ങളുടെ എടവകപ്പള്ളി സെന്റ് ജൂഡ് ചർച്ച് എടപ്പള്ളിയിലാണ്. ഓർഗനൈസ് ചെയ്തത് മുഴുവനും നിങ്ങളുടെ വീട്ടുകാർ? ഞങ്ങളുടെ വീട്ടുകാരെ തന്നെയാണ്. ഓക്കെ. സർ എബ്രഹാം ലിങ്കൻ സർ സിനിമ ഫീൽഡ് ആയതുകൊണ്ട് ഒരു പക്ഷേ അവിടേക്ക് ഉള്ള കുറേ ആൾക്കാർക്ക് ക്ഷണമൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റുകൾ? അതെ, വന്നിട്ടുണ്ടായിരുന്നു. അപ്പിച്ചിയുടെ കോവർക്കേഴ്സ് ആയിട്ട് ആ സമയത്തുണ്ടായിരുന്നവരൊക്കെ വന്നായിരുന്നു. തമ്പി കണ്ണന്താനം സാറ്, പിന്നെ അപ്പിച്ചിയുടെ ആ ഏരിയയിലുള്ള AS ദിനേശ്, പിന്നെ വാഴൂർ ജോസ് അങ്കിള്, പിന്നെ ബിജു എന്ന് പറഞ്ഞ വേറൊരു PR-ഒ, പിന്നെ യേശുദാസൻ സർ അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നീനുവിന് ഇവരിൽ കുറെ ആൾക്കാരെ നേരിട്ട് പണ്ടെങ്കിലും കണ്ട ഒരു പരിചയം ഉണ്ടായിരിക്കും. അതെ, ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബിനുവിന് കുറച്ചുകൂടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? പറഞ്ഞ യേശുദാസ് സാർ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. ഇവരെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ബിനുവിന്റെ എന്തായിരുന്നു ഒരു ഫീലിംഗ്? ഇല്ല, പലരെയും ഞാൻ നേരിട്ട് അറിയുന്നവർ വളരെ ചുരുക്കമായിരുന്നു. മറ്റുള്ളവർ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇന്ന ആളാണ് എന്ന് പറയുമ്പോഴാണ് എനിക്കിപ്പോഴും കൂടുതൽ പരിചയമാവുന്നത്. കാരണം ഫിലിം ഫീൽഡിൽ ഇപ്പം മെയിൻ ആക്ടർ, ആക്ട്രസ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ ചിലപ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ട് എനിക്ക് അറിയുള്ളൂ. ബാലൻസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ എനിക്ക് കുറച്ച് സ്ക്രീനിൽ കാണുന്ന ആൾക്കാർ, അതെ, സ്ക്രീനിൽ കാണുന്നവരാണ് കൂടുതൽ. ഈ ദുബായിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഉള്ളവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് സമയമില്ല, എല്ലാവരും പെട്ടെന്ന് വരും, ഫംഗ്ഷൻ കൂടും, തിരിച്ചു പോകും. അതെന്താ ദുബായിലുള്ള മലയാളികൾക്ക് ഒട്ടും സമയമില്ലാത്തത്? ഇല്ല, എനിക്ക് എന്താ പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 3 പേരുണ്ടായിരുന്നു അവിടെ. ഈ 3 പേരും ഈ സമയത്ത് തന്നെ ഒരാൾ റെസിഗ്നേഷനായി, ബാക്കി 2 പേർക്ക് ടെർമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് പോയ സമയത്താണ് ഈ കല്യാണത്തിന് ഗ്യാപ്പ് വന്നത്. അതല്ലെങ്കിൽ 30 to 45 days എന്തായാലും കിട്ടുമായിരുന്നു. അത് ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് പകരം വേറെ ആർക്കും കൊടുക്കാനും പറ്റില്ല. അതെ, പകരം ഇവിടെ ആൾ വരാനും പറ്റില്ല. അങ്ങനെ ഒരു ടൈം ഫ്രെയിം വന്നതുകൊണ്ടാണ്. പോയാലിപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുമായിരിക്കും. വേറെ അടുത്ത ആളെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, സപ്പോർട്ടിന് വേറെ ആൾ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് വരാം. സോ എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്തായിരുന്നു കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടത്? കോസ്റ്റ്യൂംസ് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഞാൻ ഗൗൺ ആയിരുന്നു, ഒരു ബ്ലൂ ഗൗൺ വിത്ത് ഗോൾഡൻ ഫ്ലവേഴ്സ്. ഓക്കെ. എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സെപ്പറേറ്റ് അതിൻ്റെ ഡിഫറെൻറ്റ് ബീഡ്സ് ഒക്കെ നമ്മൾ മേടിച്ചിട്ട് ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. എൻഗേജ്മെന്റിനൊക്കെ ആൾക്കാർ ഒരു പക്ഷേ സാരി അല്ലെങ്കിൽ ലെഹങ്കയൊക്കെയാണ് പോകുന്നത്. ഗൗൺ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് എസ്പെഷ്യലി കല്യാണത്തിന് ഇടാനുള്ള അവസരം ഉണ്ടല്ലോ. സോ എന്തുകൊണ്ടാണ് ഗൗൺ ചൂസ് ചെയ്യുന്നത്? ഇല്ല, അത് ഗൗൺ ജാക്കോബൈറ്റ്സ് ആയത് കാരണം പള്ളിയിൽ സാരി മാത്രമാണ് എല്ലാവരും ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആണ് ഗൗൺ സെലക്ട് ചെയ്തത്. പിന്നെ എല്ലാവരും ചോദിച്ചു എന്താ ലൈറ്റ് കളർ എടുക്കാനെന്ന് ചോദിച്ചു. പിന്നെ എടുത്തു വന്നപ്പോൾ അവസാനം ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലൂവിലാണ് അവസാനം എത്തിയത്. അങ്ങനെ ബ്ലൂ ആണ് ബൈ ചാൻസ് വന്നു പോയതാണ്. ഓക്കെ. ഇങ്ങനെ ബ്ലൂ സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ ചോദിച്ചിരുന്നു അഭിപ്രായം? ചോദിച്ചായിരുന്നു. ചോദിച്ചു, കുറെ ഫോട്ടോസ് അയച്ചു തന്നു. ഓക്കെ ആണോ എന്ന് ചോദിച്ചു. കംഫർട്ടായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ എടുത്തോളാം. ഫാമിലി മെമ്പേഴ്സിന് വല്ലോ കളർ തീമോ അങ്ങനെ തീമൊന്നും ഉണ്ടായിരുന്നില്ല. സോ എന്തായിരുന്നു ബിനു ഇട്ടത്? ഞാൻ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരിക ചെയ്യുന്നത് കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം. ഓക്കെ. ഒരു ബ്ലേസർ ആയിരുന്നു. ബ്ലേസർ ജീൻസ് സാധാരണ എങ്ങനെ കളർ മാച്ച് വല്ലതും ചെയ്തോ? അത് സെപ്പറേറ്റ് ആയിരുന്നു. ജീൻസ് സെയിം കളറായിരുന്നു. എൻ്റെ ജീൻസും പുള്ളിക്കാരിയുടെ ഡ്രസ്സും സെയിം കളറായിരുന്നു.
മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ഇതൊക്കെ ആരാണ് ചെയ്തത്? അത് ഷീന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയായിരുന്നു. ചേച്ചി ഫിലിം ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി കോട്ടയംകാരിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വന്ന് ചെയ്തു തന്നതാണ് ഹെയർ ഡ്രസ്സിങ്ങും ഫേഷ്യൽ മേക്കപ്പ് ഒക്കെ. ഓക്കെ. ഇതിനു മുമ്പേ പരിചയമുണ്ടോ ഈ ചേച്ചീനെ? പരിചയമുണ്ടോ? പപ്പ വഴി പരിചയമുള്ളൂ. ആ പരിചയം മീൻസ് അപ്പിച്ചിയുടെ ഫ്രണ്ടാണ്. അങ്ങനെ ആ ഒരു ഇതിലാണ് വരുന്നത്. ഓക്കെ. അല്ല, ഇതിന് മുമ്പ് ബിക്കോസ് കോട്ടയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ട്രയലൊക്കെ ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം ഒരുപാട് ദൂരം ട്രയൽ ഉണ്ടായിരുന്നില്ല അന്നേരം പെട്ടെന്ന് ചെയ്യുകയോ ചെയ്തത്. റെഫറൻസസ് എടുത്തിരുന്നു നേരത്തെ തന്നെ? ബിക്കോസ് ഒന്നാമത് ഗൗൺ ആകുമ്പോൾ നമുക്ക് ഐദർ ഹെയർ ഡൂ ചെയ്യണം, പുട്ടപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ. സോ എങ്ങനെയായിരുന്നു നീന ഡിസൈഡ് ചെയ്തത് എന്ത് ഹെയർ സ്റ്റൈൽ വേണം? ഹെയർ സ്റ്റൈൽ പ്രധാനമായിട്ടും നെറ്റ് കുറെ സെർച്ച് ചെയ്തായിരുന്നു. പിന്നെ ഒരു ദിവസം ആ ചേച്ചി വന്നായിരുന്നു കേട്ടോ, വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് എന്നെ കണ്ടിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ട് പിന്നെ പുള്ളിക്കാരെയും കുറച്ച് സെർച്ച് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഫൈനലൈസ് ചെയ്തത്, പുട്ടപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ ദിവസം ബിനുവിനെ? ബിക്കോസ് ലൈഫിൽ സെക്കൻഡ് ടൈമാണ് ബിനുവിനെ നീനുവിനെ നേരിട്ട് കാണുന്നത് അല്ലേ? ആദ്യമായിട്ട് പെണ്ണ് കാണുന്ന സമയത്ത് എന്തായിരുന്നു ഇട്ടിരുന്നത്? സാരി എടുത്തായിരുന്നു? ചുരിദാറായിട്ട്. ഓക്കെ. സോ ഒരു ഒരുങ്ങി ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു പക്ഷേ എൻഗേജ്മെന്റിന് കാണുന്നത്. ഫസ്റ്റ് ടൈം നീനുവിനെ കണ്ടപ്പോൾ എന്തായിരുന്നു? വളരെ നല്ലതായിരുന്നു. പെണ്ണ് കാണാൻ നേരത്തായിരുന്നു കൂടുതൽ ഭംഗി. മേക്കപ്പ് ഇല്ലാണ്ട്. വെരി ഓണസ്റ്റ് ഒപ്പീനിയൻ. ജ്വല്ലറി ഇടാൻ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്? പൊതുവേ വളരെ സിമ്പിളായിട്ട് നടക്കാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ അന്ന് ഇതിന് കോസ്റ്റ്യൂമിന് അനുസരിച്ചുള്ള ഒരു ജ്വല്ലറി കുറേ നടന്നു. അവസാനം കിട്ടി അതിനൊത്ത ഒരു നെക്ലസ് പോലെയും ഒരു കമ്മലുമാണ് ഇട്ടത്. നേഴ്സ് ആയതുകൊണ്ട് ഒരു പക്ഷേ മിനിമം ജുവൽസ്, മിനിമം മേക്കപ്പ് ഇതൊക്കെ ആയിരിക്കും ആവശ്യം അല്ലേ? ഓക്കെ. സോ ഏതായാലും ബിനു ആൻഡ് നീനു ഇവരുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി അന്നത്തെ ദിവസം അവിടെ എന്തൊക്കെയാണ് നടന്നത്, ആരൊക്കെ എത്തിയെന്ന് നമുക്ക് കാണണ്ടേ? ലെറ്റ്സ് ടേക്ക് എ ലുക്ക്.